ദുരാത്മാക്കളുണ്ടോ ഇല്ലയോ? ചങ്ങലമാടനും മറുതയും യക്ഷിയും ഗന്ധർവനുമെല്ലാം നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യ മനസ്സിലെ വ്യാകുലപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. ഇതുവരെ ഇതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഈ ആത്മാവ് ഒരിക്കലും പറയില്ല. ഉത്തരം അറിയുന്നവർ നിശബ്ദരായിരിക്കും, അറിയാത്തവർ ഇത് വെറും ഒരു കെട്ടുകഥകളാണെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യും. മലയാള പൈതൃകത്തിലെ യക്ഷിപ്പനകളും ഏഴിലമ്പാലയും ഒറ്റപ്പെട്ട കുളങ്ങളും കള്ളിക്കാടുകളും എല്ലാം ദുഷ്ടശക്തികൾ അഥവാ നെഗറ്റീവ് എനർജിയുടെ വാസസ്ഥലങ്ങളായിരിക്കും എന്നും ഈ ഉള്ള ആത്മാവ് ഉൾപ്പെടെ കുറച്ചു പേർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ചോദിക്കാം, ആത്മാവേ, ഈ എനർജി എന്ന് പറയുമ്പോൾ അത് ഒന്നല്ലേ ഉള്ളൂ, അതെന്താ ഈ നെഗറ്റീവും പോസിറ്റീവും? ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ ഉള്ളതുപോലെ എല്ലാത്തിനും രണ്ടു വശങ്ങളുണ്ട്. അത് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും വസ്തുക്കളിലായാലും, നല്ലതും മോശവും, സൗത്ത് പോളും നോർത്ത് പോളും, രാവും രാത്രിയും പോലെ അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ രണ്ടു വശങ്ങളുണ്ട്. ശാസ്ത്രത്തിനും AI പോലും ഉത്തരം നൽകാൻ പറ്റാത്ത പല ചോദ്യങ്ങളും നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലുണ്ട്. നമുക്ക് നമ്മുടെ ഐതിഹ്യമാരിൽ നിന്ന് തന്നെ തുടങ്ങാം. യക്ഷികൾ പുരുഷന്മാരെ വശീകരിച്ച് രക്തം കുടിക്കുമെന്നൊരു സങ്കല്പമുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ശരിയാണ്, യക്ഷികൾ അഥവാ പാശ്ചാത്യ ഭാഷയിൽ പറഞ്ഞാൽ വാമ്പയറുകൾ. രക്തമാണ് ഇവരുടെ മുഴുനീളെയുള്ള ആഹാരം. ഇതുമൂലമാണ് അവർക്ക് ആയുസ്സും ആരോഗ്യവും കൈവരുന്നത്. ചരിത്രം നോക്കിയാൽ തന്നെ സൗന്ദര്യം കൂട്ടുവാനും സംരക്ഷിക്കുവാനും വേണ്ടി പല പ്രഭുക്കന്മാരുടെ ഭാര്യമാർ രക്തത്തിൽ നീരാടിയിരുന്നു എന്ന് ആത്മാവ് എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരവും പരിസ്ഥിതിയുമാണ് ഒരു ജീവനുള്ള വസ്തുവിന്റെ ആരോഗ്യവും ആയുസ്സും നിർണയിക്കുന്നത്. ഒരു നേരം ഭക്ഷിച്ച് വനത്തിൽ വസിച്ച് നൂറ്റാണ്ടുകളോളം ജീവിക്കുന്ന മനുഷ്യകുലങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ആത്മാവിന് ഉത്തരമില്ല. എന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ ആയുസ് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ മടങ്ങ് അധികം ആയുർദൈർഘ്യമുള്ള മനുഷ്യർ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ആത്മാവിനറിയാം. ക്ഷമിക്കണം, നമ്മൾ പറഞ്ഞു വന്നത് യക്ഷികളുടെ രക്തപാനത്തെ കുറിച്ചായിരുന്നു. പണ്ടുകാലത്ത് സ്ത്രീകൾ രാത്രി സഞ്ചരിക്കാറില്ല, അഥവാ സഞ്ചാരം നിഷേധിക്കപ്പെട്ടിരുന്നു. അതുമൂലമാണ് യക്ഷികളുടെ വേട്ടയാടലിൽ പുരുഷഗണം ഇരയാവുന്നത്. യക്ഷികൾക്ക് പുരുഷന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെങ്കിലും അതിനെ അവർ മുതിരാതെ കാമനീയമായി വശീകരിക്കുന്നതിനും ഒരു കാരണമുണ്ട്. പുരുഷ ശരീരത്തിലെ ഹോർമോണിന്റെ വ്യതിയാനം മൂലമാണ്. ഭയത്തിൽ നിൽക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ കൂട്ടായ്മയായിരിക്കില്ല കാമത്തിൽ നിൽക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ കൂട്ടായ്മ. ഇവ രക്തത്തിലും മാറ്റം വരുത്താം. ആ രക്തം പാനം ചെയ്യുവാനാണ് കൂടുതൽ വാമ്പയറുകളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവ പുരുഷന്മാരെ വശീകരിച്ച് രക്തം കുടിക്കുന്നത്. ഈ രക്തരക്ഷസുകൾ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നമ്മളെക്കാൾ ശക്തിയും ബുദ്ധിയും വേഗതയും മറ്റു പല അറിയപ്പെടാത്ത ശക്തികളും ഇവർക്കുണ്ടായിരിക്കും. അതുകൂടാതെ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ രക്തം കുടിക്കുവാൻ വേണ്ടി ഈ രക്തരക്ഷസുകൾ 2 കൊമ്പലുകൾ പുറത്തു വരുത്തുകയും അതുകൊണ്ട് കഴുത്ത് മുറിക്കുന്നതും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് 80% തെറ്റാണ്. കാരണം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് പല്ലുകളൊന്ന് നോക്കുക. നമ്മുടെ മറ്റു പല്ലുകളെ അപേക്ഷിച്ച് കൊമ്പല്ലുകൾക്ക് അല്പം നീളക്കൂടുതൽ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് യക്ഷികളിലും സംഭവിക്കുന്നത്. ഈ വാമ്പയർ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. നഖം, മുടി, പല്ലുകൾ എല്ലാം കൊഴിഞ്ഞു പോകും. രക്തവും മറ്റു അവയവങ്ങൾക്കും പുതിയ രൂപങ്ങൾ വന്നു ചേരും. ഒരു പുതുപിറവി സംഭവിക്കുമെന്ന് തന്നെ പറയാം. അല്ലാതെ മറ്റുള്ളവരിൽ കാണുന്നത് പോലെ പല്ലുകൾ അകത്താക്കുകയും ആവശ്യം വരുമ്പോൾ കൊമ്പലുകൾ പുറത്തു തള്ളിക്കുന്ന രീതി സിനിമയിൽ മാത്രമേ കാണുവാൻ സാധിക്കൂ. യഥാർത്ഥത്തിൽ
വാമ്പയറുകൾക്ക് അതിന് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നഖത്തിന്റെ കാര്യത്തിലും. അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കാനുള്ള കഴിവും ഇവർക്കില്ല. വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഗർഭിണികളായ സ്ത്രീകൾ യക്ഷിപ്പന, ഏഴിലം പാല എന്നിവയുടെ അടുത്തുകൂടെ യാത്ര ചെയ്യാൻ പാടില്ല എന്നും ആത്മാവ് കേട്ടിട്ടുണ്ട്. ഇതിനു പിന്നിലും ഒരു കാരണമുണ്ടാകാം. ശരിക്കും ഈ ആത്മാക്കൾ ഒരു എനർജി പോലെയാണ്. അവ അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയരങ്ങളിൽ, മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിൽ നിൽക്കുവാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. ഈ യക്ഷിപ്പനകൾ വളരെ ഉയരമുള്ളതും അതുപോലെ മനുഷ്യർക്ക് ഒരിക്കലും ഇവയിൽ കയറുവാനും ശ്രമിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഏഴിലം പാലയുടെയും അവസ്ഥ. ഇതിന്റെ അടുത്തും ആരും ജീവിക്കാറില്ല. കാരണം ഏഴിലം പാലയിൽ പൂക്കുന്ന പാലപ്പൂവാണ് ഇതിനുള്ള ഉത്തരം. പാലപ്പൂവിന്റെ സുഗന്ധം തുടരെ ശ്വസിക്കുന്നുവെങ്കിൽ മനുഷ്യർക്ക് മരണം വരെ സംഭവിക്കാമെന്ന് ആത്മാവ് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതുമൂലം തന്നെ ആത്മാക്കൾക്ക് അവിടെയും വസിക്കാം. ഈ ആത്മാക്കളുടെ ലക്ഷ്യം വീണ്ടും ജനിക്കണമെന്നാണ്. പക്ഷേ എന്തോ കാരണത്താൽ അവർക്ക് ശരീരം കിട്ടുന്നില്ല. അതുപോലെ ഏതെങ്കിലും ജീവിക്കുന്ന ശരീരത്തിൽ കടന്നാലും അവിടെ ആദ്യമേ ഒരു ആത്മാവ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ രണ്ട് ആത്മാക്കളും സാന്നിധ്യം മൂലം ആ ശരീരത്തിന്റെ പ്രവൃത്തിയിൽ മാറ്റം വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് പഴമക്കാർ അവരെ പ്രേതബാധ അടിമപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് പ്രേതബാധയാണെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ശരീരത്തിൽ കൂടിയ ആത്മാവിന് ഒരുപാട് നാൾ ആ ശരീരത്തിൽ നിൽക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിൽ അതല്ല. ആ ശരീരത്തിൽ ആത്മാവിന് കടന്നുകൂടുവാൻ വളരെ എളുപ്പമാണ്. ഇതുമൂലം ആ ജനിക്കുന്ന കുട്ടിക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയെ ക്രിയേറ്റ് ചെയ്യും. അത് ചുറ്റുമുള്ളവർക്ക് അപകടവും ഉണ്ടാക്കും. എന്തിന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് പോലും മാറ്റം വരുത്താൻ അവരെ കൊണ്ട് സാധിക്കും. ഇതും ഒരു പ്രസ്താവന മാത്രമാണ്. ഇതിലും തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും യക്ഷിപ്പനകളുടെയും ഏഴിലം പാലയുടെയും അടുത്തുകൂടെ ഗർഭിണികളായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്, അതും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണെന്നാണ് ആത്മാവിന്റെ ഒരിത്. പ്രേതങ്ങളും രക്തരക്ഷസുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പാശ്ചാത്യ ഭാഷയിൽ പ്രേതങ്ങളെ ഗോസ്റ്റ് എന്നും രക്തരക്ഷസുകളെ വാമ്പയർ എന്നുമാണ് വിളിക്കുന്നത്. പ്രേതങ്ങൾ ഒരു എനർജി മാത്രമാണ്. അവയ്ക്ക് ഒരിക്കലും മനുഷ്യരെ ആക്രമിക്കുവാൻ സാധിക്കില്ല. വേണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ പേടിയുണ്ടാക്കാൻ സാധിക്കും. അതുമൂലവും പലരും മരണമടഞ്ഞിട്ടുണ്ട്. ആളില്ല കുളങ്ങളിലും വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന വീടുകളിലുമാണ് ഇവരെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രേതങ്ങൾക്ക് ഒരു ശരീരമുണ്ടായിരിക്കില്ല. ഇവർക്ക് പകലും രാത്രിയും ഒരുപോലെ വസിക്കുവാൻ പറ്റും. എന്നിരുന്നാലും രാത്രികാലങ്ങളിൽ ഇവയെ നമുക്ക് യാദൃച്ഛികമായി വെള്ള പുകമറയായി കാണാൻ സാധിക്കും. അതിന് കാരണം ഇരുട്ടായതുകൊണ്ടും ഈ ആത്മാക്കളുടെ എനർജിയും അവിടുത്തെ വായുമണ്ഡലവുമായി കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റമാണ് ഈ വെള്ളപ്പുക പടലത്തിന് കാരണം. അതുമൂലം അവിടുത്തെ വായുമണ്ഡലത്തിനും ചെറിയ തോതിൽ തണുപ്പ് കൂടുന്നതായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. രണ്ടാമത്, നമ്മുടെ ശരീരത്തിന് തന്നെ ഇതുപോലത്തെ എനർജി അടുത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പരമാവധി ആളില്ലാ കുളങ്ങളിലും പുഴകളിലും ഒറ്റയ്ക്ക് കുളിക്കാതിരിക്കുക. ഇവയൊക്കെയാണ് ആത്മാക്കളുടെ കാര്യം. ഇനി വാമ്പയറുകൾ അഥവാ രക്തരക്ഷസുകൾ അല്ലെങ്കിൽ യക്ഷികൾ, ഇവർക്ക് നമ്മളെ നേരിട്ട് ആക്രമിക്കുവാനും കൊല്ലുവാനും സാധിക്കും. ഇവർക്ക് മനുഷ്യരെ പോലെ ഒരു ശരീരമുണ്ട്. ആരോഗ്യമുള്ള മനുഷ്യരെക്കാൾ 10 മടങ്ങ് ശക്തി ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ പല അമാനുഷിക ശക്തികളും ഇവരുടെ ഉള്ളിലുണ്ട്. ഇവർ വനത്തിലും മനുഷ്യവാസം ഏറ്റവും കൂടിയ സ്ഥലങ്ങളിലുമാണ് ജീവിക്കുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലും ഇവർ നമ്മളോടൊപ്പം തന്നെ കാണും. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇവർക്ക് രക്തം മാത്രമാണ് പാനം ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത് അവരുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് വന്ന മാറ്റം കൊണ്ടാണ്. ഇവരിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇവരെ നമുക്ക് നശിപ്പിക്കുവാനും സാധിക്കില്ല. എന്നാൽ പ്രേതങ്ങളുടെ കാര്യത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ ഒരുപാട് വഴിയുണ്ട്. അതിലൊന്നാമത്തത്, ഇവർ കൂടുതലായും ആക്രമിക്കുന്നത് നമ്മളെ ചിന്തകളെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും ഭയപ്പെടാതെ നടക്കുക. അപ്പോൾ
ഇവരുടെ ശക്തി തനിയെ ക്ഷയിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ച് വിവരങ്ങൾ മാത്രമാണ്. ഇതിൽ എത്ര സത്യമുണ്ടെന്ന് ആത്മാവിന് അറിയില്ല. ഇനിയും ഇതുപോലത്തെ ചുഴലഴിയാത്ത വിഷയങ്ങൾ ആത്മാവ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കും.